ഹലോ അപ്പോൾ ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ് തുടങ്ങണമെങ്കിൽ ആദ്യം ലുക്കിലെത്തണം. ലുക്ക് എത്തണമെങ്കിൽ കാഠ്മണ്ഡുവിൽ എന്ത് ചെയ്യണം, ഫ്ലൈറ്റ് കയറണം. അപ്പം നമ്മളൊരു പൈസ ഇല്ലാത്തതുകൊണ്ട് ഫണ്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലാത്ത എന്തെങ്കിലും വഴി നോക്കുകയാണ്. അതിനാദ്യം നമുക്ക് സലേരി എത്തിയാലാണ് ലുക്കിലേക്ക് നടക്കാൻ പറ്റുക. അപ്പോൾ സലേരിക്കുള്ള ബസ് ഡയറക്റ്റ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ബനേപ്പ ബസ് സ്റ്റോപ്പ് പോകണം. ബനേപ്പയ്ക്കുള്ള ബസ് ഒന്നും കിട്ടിയില്ല, ഡയറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കോട്ടേശ്വരിക്ക് കയറിയിരിക്കണ്. ബസ്സിൽ കയറി കുത്തിരിക്കുകയാണ്. ഒരു 10 കിലോമീറ്റർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് കോട്ടേശ്വരം എത്തും. അവിടുന്ന് പിന്നെ ബനേപ്പയ്ക്കുള്ള ബസ് കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനും അഫ്സലും റെയ്സും ഞങ്ങൾ മൂന്നാളും ഞങ്ങളെ വലിയ ബാഗൊക്കെ ആയിട്ട് ബസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാത്രിയായി, ഏറെക്കുറെ എത്ര 7 മണിയാവാനായി. ഇന്നെന്തായാലും ബനേപ്പയെങ്കിലും എത്തിപ്പെടാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ നാളെ അന്ന് അവിടെ ടെൻ്റ് അടിച്ചിട്ട് നാളെ എവിടെ പോകണം, സലേരി പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങൾ. എന്തായാലും പോയി നോക്കട്ടെ. ഏകദേശം ഒരു 1 കിലോമീറ്റർ കൂടിയിട്ട് ബനേപ്പയ്ക്ക് നമ്മളിപ്പോൾ ബനേപ്പ എത്തും. ഇന്നിപ്പോൾ അവിടെ നിന്ന് യാത്രയിലുണ്ടാവില്ല. അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ടെൻ്റടിക്കും. കുഴപ്പമൊന്നുമില്ല. ഇന്നങ്ങനെ ചലിച്ചുകൊണ്ട് എത്തിക്കിട്ടി. നേരെ കയറുകയാണെങ്കിൽ 200 രൂപ, അല്ലെങ്കിൽ മാറി കയറുകയാണെങ്കിൽ 100-220 കുഴപ്പമില്ല. നിങ്ങൾ നേരെ കയറിയാൽ മതി. എന്നിട്ടല്ലേ ഞാനും നോക്കലില്ല. വൈബാണ് മക്കളെ, വൈബ്. എന്ത് രസം അറിയോ. ആരോടെങ്കിലും സംസാരിച്ചാൽ മതി, ഒരു പിന്നെ നമ്മളങ്ങോട്ട് സ്വീകരിച്ചങ്ങോട്ട് തലയെ വെക്കും. ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ് ബസ്സിൽ നിന്ന്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇറങ്ങിയോ. हमारा नेपाल का टी शर्ट हो तो उसका वहाँ केरला का टी शर्ट हमने लगाएगा. ये अच्छा है आपके लिए. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഇറങ്ങിയേ. അപ്പൊ നമ്മളുണ്ടല്ലോ ബനേപ്പ എത്തിയിട്ട് ഇന്നിപ്പോ പോകാൻ സമയമില്ലല്ലോ. അപ്പൊ നമ്മള് ക്യാമ്പ് ചെയ്യാന്ന് കരുതി ഇവിടെ ഒരു വീട്ടിൽ കയറിയിട്ട് ചോദിച്ചു ഇവിടെ ക്യാമ്പ് ചെയ്യാൻ കുറച്ച് സ്ഥലം കിട്ടുമെന്ന്. അപ്പോ നമ്മളെ ചേട്ടനെ കാണുന്നില്ല, ചേച്ചിനെയും കാണുന്നില്ല. ഫ്ലാഷ് ദീദിണ്ട് ഇവിടെ, ദീദിന്റെ മോളുടെ അതേപോലെ ചേട്ടനുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം തന്നിക്ക്. ഇതാണ് സ്ഥലം തന്നുള്ളത്. വേണമെങ്കിൽ അകത്ത് കയറി കടന്നു കുറെ പറഞ്ഞു. അപ്പോൾ നമ്മളെന്തായാലും ക്യാമ്പ് ചെയ്യാൻ നോക്കട്ടെ. വലിയ കുഴപ്പമില്ല. എന്നോട് കുറെ പറഞ്ഞു അകത്ത് കയറി കിടക്കാൻ വേണ്ടി. പക്ഷേങ്കിൽ 2 പേര് പുറത്തും ഒരാൾ അകത്തും ശരിയല്ലല്ലോ. പിന്നെ ഞാനും പുറത്ത് കിടക്കാന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം. ഞങ്ങളിപ്പോൾ ക്യാമ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാ എല്ലാവരും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഇത്ര ലൈറ്റ് ഇല്ല, നിങ്ങളൊന്നും കാണുന്ന പോലുമില്ല. അപ്പൊ നമ്മളിതാ ഈ വീടിന്റെ മുന്നിലായിട്ട് ടെൻ്റ് അടിച്ച് ഇവിടെയായിട്ട്. പിന്നെ റെയ്സിന്റെ ടെൻ്റ് നമ്മളിതാ ഇവിടെ ആയിട്ട് അടിച്ച്. അവൻ്റെ നല്ല കളർഫുൾ ടെൻ്റാ, നീലും ചുവപ്പൊക്കെ ആയിട്ട് സെറ്റ് സാധനം. ഇതാണ് നമ്മളെ സ്ഥലം, ഏരിയ. അപ്പം ഓൾ ഈസ് ഗുഡ്, നല്ലതായിട്ടിരിക്കും. ഞങ്ങളുടെ അവിടെ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ മെയിൻ റോഡാണ്, വണ്ടികളൊക്കെ പോകുന്ന റോഡാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമ്മളൊരു ഹാഫ് കുക്കഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ട് നമ്മളെ ഫ്രൈ പാൻ ചെറുതായതുകൊണ്ട് തന്നെ അല്ലേ, ഇതാണ് നമ്മളെ ഫ്രൈ പാൻ. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മളതിനെ കട്ട് ചെയ്ത് ഇതിനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. തിരൂരിൽ നിന്നും റൈസ് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഇന്നത്തെ നമ്മളുടെ ഇന്ന് രാത്രിയത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ചപ്പാത്തിയും പീനട്ട് ബട്ടറും. ഇതാണ് സംഭവം. കണ്ട
മറ്റേ ചോറുണ്ടാക്കലും കറി ഉണ്ടാക്കലൊക്കെ നല്ല ടാസ്ക് പരിപാടികളാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാന്ന് കരുതി, തൽക്കാലം ചപ്പാത്തിയും പിന്നെന്താ ഓട്സും ബിസ്ക്കറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം കിട്ടി, ഫുഡും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ സെറ്റാണ്. ഇനി ടോയ്ലറ്റും തപ്പണം, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ബനേപ്പയിലാണ് കറലി ഞങ്ങളുള്ളത്. ബാഗിന്റെ ബാഗ് ആടണമെന്നില്ല. ഇന്ന് ബസ് കയറിയപ്പോ ഞാൻ ആലോചിച്ചു ഭാഗ്യം മുട്ട വാങ്ങാത്തത്. കാരണം നമ്മളെ ബാഗ് നമ്മളെ ഇതില് നിക്കൂല, കൺട്രോള് നിക്കുന്നില്ല. എന്താ കാര്യം? ദീദിയോട് കുടിവെള്ളം ചോദിച്ചു. അപ്പൊ ദീദി കുടിവെള്ളം തന്നു. എടാ കിട്ടി മോനെ, കിട്ടി. അപ്പൊ അതൊക്കെയാണ് പരിപാടി. മോനെ വെള്ളം. ആ റഹീസിന്റെ കരങ്ങളാൽ ചായ ഇവിടെ റെഡി ആവുകയാണ് ഗൈസ്. ആ ചെക്കൻ വീട്ടിൽ അടുക്കള കയറാത്ത എപ്പോ ഫുള്ള് ഇവിടെ അടുക്കള പരിപാടി ആയിപ്പോയി. ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മള് ബനയപ്പ വന്നിട്ട് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ വിറ്റാണ്. രാത്രി മഴ ചെയ്തുകൊണ്ട് നമ്മൾ ടെൻ്റ് എന്ത് ചെയ്യുന്നു, പുറത്തുനിന്ന് അകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടെൻ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, മഴ ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വീടിൻ്റെ പടിവാതിൽക്കലാണ്. ഇവര് എണീച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ കുടുങ്ങിയിട്ട് വിളിച്ച് അവസാനം ടെൻ്റ് പുറത്തേക്ക് എടുത്ത് വെച്ചതാ. രസമാണ് എന്തായാലും. ഫുള്ള് കോമഡി ആയിക്കണ്. ഇപ്പൊ രാവിലെ 6:15 ഉള്ളൂ. ഉറക്കണ് പോയി കിട്ടി എന്തായാലും. കുറച്ച് ഇന്ന് നല്ല തണുപ്പുണ്ട്. ഇന്നിവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. കുറച്ചൊന്ന് ഉറങ്ങാന്ന് കരുതിയിട്ടുണ്ടെന്ന്. പക്ഷെ എന്താ ചെയ്യാ? എന്താ പറഞ്ഞേ? ഹോണല്ലേ? നമ്മളെ റോഡ് സൈഡിലാണ് ടെൻ്റ് അടിച്ചത്. കണ്ടല്ലേ, പക്ക റോഡാണ്. റേസ് വരണം എന്താ വെച്ചാൽ ഹോണിൻ്റെ സൗണ്ട് കേട്ടിട്ടോ എനിക്ക് ആ കലമ്പാവുന്നത്. ഇതാണ് ഓരോ ടെൻ്റ് കേട്ടോ. ഓരോ ടെൻ്റ് അടിപൊളിയാണ്. ഇന്നലെ രാത്രി അധികം കാണാൻ പറ്റിയില്ലല്ലോ. നല്ല കളർഫുൾ സാധനം. ഓൻ പറയുന്നത് അത് എന്താ ചാപ്പിലി. നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കണം. എന്തായാലും ആ ഉറക്കാണ് പോയി കിട്ടി. 6:15 നീറ്റ് എന്തായാലും സെറ്റ്. ആരും അലാറൊന്നും വെക്കേണ്ടി വന്നില്ല. ഓരനെ വന്ന് വിളിച്ചിക്ക്. അങ്ങനെയൊക്കെ ഒരു കഥ. ഇവിടുന്ന് പോണം നമുക്ക്. ഇവിടുന്ന് സലേരിക്കുള്ള ബസ് കയറണം. തണുപ്പുണ്ട് കേട്ടോ. ഇതുവരെ ഗർമി ചൂടേനു. പക്ഷെ ഇവിടെ നൈസാണ്, തണുപ്പുണ്ട്. സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇന്നലെ രണ്ടാളും കൂടെ ഈ ടെന്റിലും, റീസും അഫ്സലും കൂടെ ഈ ടെന്റിലും, ഞാൻ പിന്നെ ഈ ടെന്റിലും കിടന്നു. എന്നാലും പോയോക്കട്ടെ. ഓക്കെ, പല്ലേക്കട്ടെ ആദ്യം, പല്ലേക്കട്ടെ. അപ്പോൾ ഞങ്ങളെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടെൻ്റൊക്കെ മടക്കിയെടുത്ത്, അതേപോലെ ഫുഡൊക്കെ കഴിച്ച്, ചായയും റൊട്ടിയും കഴിച്ച് നമ്മുടെ ദീദി വരണ്ടേ, ദീദിനെ കാണിച്ചു തരാം. ഇതാ ഹായ് പോലെ. ദീദീൻ്റെ വീടിൻ്റെ അതാണ് നമ്മുടെ ദീദീൻ്റെ വീട്. ദീദീൻ്റെ മുന്നിൽ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടേ. ദീദി നമുക്ക് വെള്ളമൊക്കെ തന്നു. സെറ്റല്ലേ? ദീദി ഓൾ സെറ്റ്. അപ്പം ഞങ്ങൾ വെല്ലെ സലേരിക്ക് ചലിക്കാൻ നോക്കുകയാണ്. ബസ് ഇതാക്കാൻ വേണ്ടിയിട്ട് ചെക്കന്മാരൊക്കെ ഇതാ ഫുൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായിക്കണ്. മെല്ലെ ചലിക്കട്ടെ എന്നാൽ. ടീക്കേ അപ്പോൾ നമ്മൾ സൊലു സലേരിക്കുള്ള ബസ് കയറാൻ വേണ്ടി വന്നേന്. പക്ഷേ എങ്കിൽ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രാവിലെ പുലർച്ചെ 5 മണിക്ക് ആകെ ഒരൊറ്റ ബസ്സാണ് ഓരോ ദിവസവും ഉള്ളത്. അത് നമുക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ മൂഞ്ചി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ചോദിച്ചിട്ട്, ഇതാണ് നമ്മളെ ടിക്കറ്റ് കൗണ്ടർ. കണ്ട, ഇത് എവിടെ അറിയോ? ദുലിക്കൽ അല്ലേ? ദുലിക്കൽ. അപ്പോൾ ദുലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബനേപ്പ ബസ് സ്റ്റോപ്പിൽ നമ്മൾ 2 കിലോമീറ്റർ മുന്നോട്ട് വന്നാൽ നമ്മൾ ദുലിക്കൽ എത്തും.
ബനേപ്പയിൽ നിന്നാലൊന്നും ഡയറക്റ്റ് ബസ് കിട്ടൂല. അപ്പൊ ബനേപ്പയിൽ നിന്ന് 2 കിലോമീറ്റർ മുന്നോട്ട് ചെറിയ ലോക്കൽ ബസ് കയറി ദുല്ലിക്കൽ വന്നിറങ്ങുക. ദുല്ലിക്കലിന് ഇവിടെ ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, സൊല്ലു സലേരി പോവാൻ വേണ്ടിയിട്ട്. കണ്ട ഇത്. അപ്പം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, 3 ആൾക്കുള്ളത് ബുക്ക് ചെയ്യാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോ നമ്മളെ രാവിലത്തെ വലിയ വണ്ടി ബസ് നമുക്ക് മിസ്സായി. അപ്പോൾ ഇനിയിപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് ചെറിയൊരു വണ്ടി വരാനുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്. ചെറിയ വണ്ടിക്ക് 2000 രൂപയും വലിയ വണ്ടിക്ക് 1800 മൂപ്പര് പറഞ്ഞത്. അങ്ങനെ തന്നെയേക്ക്. അപ്പൊ ഇതാണ് നമ്മളെ ടിക്കറ്റ് കേട്ടോ. അവിടെ ടിക്കറ്റ് ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നൊരു ദിവസം പോവാൻ പറ്റില്ലെങ്കിൽ ഇന്നൊരു ദിവസം വേസ്റ്റ്. അറിയില്ലേനു, അതാണ് സംഭവം. എന്തായാലും മൂപ്പരം തന്നെ നോക്കുക, ഇന്നെ നോക്കായിരിക്കല്ലേ. പോയി നോക്കട്ടെ കേട്ടോ. അല്ല, വണ്ടി കിട്ടുന്ന വിചാരിക്കുന്നു. 9 മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കാം അവിടെ. അപ്പോൾ ഗൈസ്, എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് അതാണ് നമ്മൾ ലക്ഷ്യം. അതിന് കാഠ്മണ്ഡുന്ന് ലുക്കിലേക്ക് ആക്ച്വലി ഫ്ലൈറ്റ് കയറുകയാണ് വേണ്ടത്. നമ്മൾ ഫ്ലൈറ്റ് സ്കിപ്പ് ചെയ്ത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുകയാണ്, ഫ്ലൈറ്റ് ഒഴിവാക്കിയിട്ട് കാഠ്മണ്ഡുക്ക് ലുക്കിലെ വരെ വേറെ എങ്ങനെ എത്താം. അപ്പോൾ അതിന് ആദ്യം ഡയറക്റ്റ് ബസ്സില്ല. അതായത് കാഠ്മണ്ഡു ഡയറക്റ്റായിട്ട് ലുക്കിലെ വരെ എത്താൻ നമുക്ക് ഡയറക്റ്റ് വണ്ടികളോ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു വഴി വരുന്നത് സലേരി, സൊലു സലേരിയിലേക്ക് ബസ് പിടിക്കുക അല്ലെങ്കിൽ വണ്ടി പിടിക്കുക, എന്നിട്ട് അവിടുന്ന് ബാക്കിയുള്ളത് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം പ്രസന്റ്ലി ഉള്ളത്, ഇതിന്റെ പേരെന്തേനു? വോ ചായ് ദോ ചായ് ദുല്ലിക്കൽ. ഇപ്പൊ ഞങ്ങളുള്ളത് ദുല്ലിക്കൽ എന്ന് പറയുന്ന ചെറിയൊരു എന്താ പറയാ, ഇങ്ങനത്തെ ചെറിയൊരു സിറ്റിയിലാണ്. ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചു സൊലു സലേരിയിലേക്കുള്ള ബസ് വണ്ടി എപ്പോഴാന്നുള്ളത്. അപ്പോൾ ഒരു വല്ലാത്ത മൂഞ്ചല്. എന്താ വെച്ചാൽ രാവിലെ 5 മണിക്ക് ഒരു ദിവസം ഒറ്റ വണ്ടിയേ ഉള്ളൂ. അതങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം പോയി എന്ന് വിചാരിച്ചതാണ്. അപ്പം ഇനി എന്തോ ഒരു ചെറിയ വണ്ടി വരാണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ. അപ്പം ആ ചെറിയ വണ്ടിക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. 9:30 ആകുമ്പോൾ ആ ചെറിയ വണ്ടി വരും. വലിയ വണ്ടി, അതായത് ബസ്സിനാണെങ്കിൽ 2000 രൂപ, നേപ്പാളി 2000 രൂപയും. മാറിപ്പോയി. വലിയ വണ്ടിയാണെങ്കിൽ 1800 രൂപയും, ചെറിയ വണ്ടിയാണെങ്കിൽ 2000 രൂപയും. വലിയ മാറ്റമൊന്നുമില്ല. അല്ല, അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ വരുമായിരിക്കും. ഞങ്ങളിങ്ങനെ ഒരു ചായ കുടിച്ച് ഇങ്ങനെ വണ്ടീനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് പൈസ കുറച്ച് ഷോർട്ടായപ്പോൾ ഞങ്ങൾ അടുത്തൊരു കടയിൽ പോയിട്ട് ഒരു 2000 രൂപ കൂടെ എന്താക്കി നേപ്പാളിലേക്ക് മാറ്റി. നോക്കട്ടെ മൊത്തം ബഡ്ജറ്റ് എത്ര വരുന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ സലേരി ഇന്ന് എത്തി കിട്ടിയാൽ ഇന്ന് രാത്രി അവിടെ സ്റ്റേ അടിച്ചിട്ട്, മീൻസ് ക്യാമ്പ് ചെയ്തിട്ട് നാളെ രാവിലെ മുതൽ ലുക്കിലേക്ക് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ EBC എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലുക്കിലേക്കുള്ള ഫ്ലൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്കിപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ട് ഭയങ്കര ഉപകാരമായിരിക്കും. അതായത് നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ട് വളരെ ഉപകാരമായിരിക്കും. അപ്പം ഒന്നും കൂടെ പറയാം, കാഠ്മണ്ഡുന്ന് നിങ്ങൾക്ക് സൊലു സലേരിയിലേക്ക് ബസ് പിടിക്കുകയാണ് വേണ്ടത്. ഡയറക്റ്റായിട്ട് ബസ്സൊന്നും കിട്ടൂല. ഞങ്ങൾ മാറി മാറി കയറിയ വന്നത്. കാഠ്മണ്ഡുന്ന് ആദ്യം ബനേപ്പ ബസ് സ്റ്റോപ്പ് വന്ന് അവിടുന്ന് പിന്നെ ദുല്ലിക്കലിക്ക് കയറി. ദുല്ലിക്കലിൽ കൗണ്ടർ ഉണ്ട്. അവിടുന്ന് സൊലു സലേരിയിലേക്കുള്ള വണ്ടി കിട്ടും. അപ്പം അതാണ് സംഭവം. ഓക്കെ, ഇനി എന്തായാലും വണ്ടി വരട്ടെ, എന്നിട്ട് സെറ്റാക്കാം. അങ്ങനെ ഫൈനലി നമ്മളെ വണ്ടി വന്നിക്ക് കേട്ടോ. വണ്ടി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ചോട്ടാഗാടി. ഇതിലാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്, സല്ലേരി പോകുന്നത്. സല്ലേരി ഇതാ. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ കാത്തുനിന്ന് നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഈ കാണുന്ന വണ്ടിയാണ് കേട്ടോ നമ്മളെ വണ്ടി. നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. കട്ടർ റോഡാണ്, വിഷയം റോഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുമല്ല. പോണ വഴിക്കൊക്കെ അങ്ങനത്തെ കുറേ കട്ടർ റോഡ് വരുന്നുണ്ട്. അതേപോലെ വണ്ടി ഉണ്ടല്ലേ, ഇങ്ങനത്തെ വണ്ടിയാണ് കൂടുതൽ ഓടുന്നത്. ബസ് അധികം അങ്ങോട്ട് പോണത് കാണില്ല. ടാസ്ക് റോഡ്, കുലുങ്ങി പോവാം നമുക്ക്.
എവിടെയോ എത്തിക്ക്, എവിടെ എത്തിയത് പോലും അറിയില്ല. ആകെ ക്ഷീണം പിടിച്ചു, ഉറങ്ങിപ്പോയി ലേശം. കുറെ കുണ്ടും കുഴിയും അങ്ങനത്തെ റോഡ്, പൊടും ആ കലമ്പായിക്ക്. സമയം എത്രയേറിയോ? സമയം 1:45. എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് വണ്ടിയോടെ നിർത്തിയാണ്. അപ്പോൾ ചായ എന്തെങ്കിലും കുടിക്കാം, അല്ല അപ്പം നമ്മളൊന്നും കഴിക്കലൊന്നും ഉണ്ടാവില്ല. വണ്ടി ഇവിടെ നിർത്തിക്ക്, അവരങ്ങോട്ട് പോയിക്ക്. ചായ കുടിക്കല്ലേ ഓരോ. പൊടി അടിച്ചിട്ടേ ആകെ മൊത്തം പൊടി അടിച്ചിട്ട് അലമ്പായിക്ക്. കടകളൊക്കെ ഉള്ള റോഡാട്ടോ, കണ്ടോ? ഈ വഴി നമ്മൾ വന്നേ. ഈ എങ്ങടാ? ഇവിടെ തന്നെ കിട്ടും അത്രേ. കുറച്ച് ചായ കഴിച്ച് ഞങ്ങള് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അവർക്കാട് പോയി കിട്ടി അല്ലേ റൈസേ? റൈസ് പകുതി കിളിയപ്പോഴുള്ളൂ, ബാക്കി കിളിയൊക്കെ പോയിക്ക്. ഉറങ്ങിയാലേ റെഡി ആവുള്ളൂ. ഇപ്പൊ റോഡ് കൊറേ മെച്ചപ്പെട്ടു കേട്ടോ. ഇതാ എത്ര റോഡായി ഇപ്പം. ഇനി കുറച്ച് വീണ്ടും പഴയ മറ്റേ കട്ട റോഡ്. നമസ്തേ സർവീസ് കിട്ടുന്നുണ്ട്, നെറ്റ് അധികം കിട്ടുന്നില്ല. നോക്കാം.